ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ആ ഒരു അതിൻ്റെ പ്രശ്നങ്ങൾ കഴിയുന്നില്ല. ഇപ്പോൾ ലെസ്റ്റിൻ സ്റ്റീഫൻ സാന്ദ്ര തോമസിനെതിരെ രംഗത്ത് വന്നു, പർദ്ദയിട്ട് വന്നതിനെക്കുറിച്ചൊക്കെ വിമർശനം നടത്തി. അതോടൊപ്പം തന്നെ സാന്ദ്രയ്ക്ക് ഇതിൽ മത്സരിക്കാനുള്ള യോഗ്യത ഇല്ല, 9 സിനിമകൾ നിർമ്മിച്ചെങ്കിലും അത് കൂട്ടായിട്ടാണ് നിർമ്മിച്ചത്, സ്വന്തമായി നിർമ്മിച്ച 2 എണ്ണം മാത്രമാണ് ഉള്ളത്, 3 എണ്ണം നിർമ്മിച്ചാൽ മാത്രമേ ഇത്തരത്തിൽ മത്സരിക്കാൻ കഴിയൂ എന്നുള്ള നിയമം വയലേറ്റ് ചെയ്യാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. ഇനി കോടതി തീരുമാനിച്ചാൽ കോടതി സാന്ദ്ര മത്സരിക്കട്ടെ എന്ന് പറഞ്ഞാൽ മത്സരിച്ചോട്ടെ എന്ന ഒരു നിലപാടാണ് ലെസ്റ്റിൻ സ്റ്റീഫൻ എടുത്തത്. ലെസ്റ്റിനെതിരെ സാന്ദ്രയും രംഗത്തെത്തി. സാന്ദ്ര പറഞ്ഞത്, ഞാൻ പറയുന്നത് തെളിയിക്കാൻ കഴിഞ്ഞാൽ ലെസ്റ്റിൻ ഈ സിനിമാ പണി ഉപേക്ഷിക്കുമോ, ഞാൻ ഉപേക്ഷിക്കാൻ തയ്യാറാണ് എന്ന രീതിയിലൊരു വാഗ്വാദത്തിനോ അല്ലെങ്കിൽ ഒരു പന്തയത്തിനോ പോലും സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ്. എന്താണ് സംഭവം? ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ BD സദസ്സിനെ വെല്ലുവിളിച്ചതിന് ശേഷം എല്ലാവരും പണി നിർത്തി പോകും, വെല്ലുവിളികളാണ് നടത്തുന്നത്. എന്താണ് പണി നിർത്തി അതിൻ്റെ ശാസ്ത്രീയത എനിക്ക് മനസ്സിലാവുന്നില്ല. അത് പോട്ടെ, ഇവിടെ വെല്ലുവിളികൾ ഇതിപ്പോൾ ആ കേസ് കോടതിയിൽ നിൽക്കുകയാണ്. ഇന്നലെ അതിൽ മത്സരിക്കുന്ന ഒരാൾ ഞാനുമായിട്ട് 10-40 മിനിറ്റ് സംസാരിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അയാൾ പറയുന്നത് ബൈലോ പ്രകാരം ശരിയാണ്, പക്ഷേ ഞാൻ പറയുന്നു ഇവർ സാന്ദ്രയെ മത്സരിപ്പിക്കണമായിരുന്നു, സാന്ദ്ര തോറ്റുപോയി അങ്ങ് പൊക്കോണ്ടേനെ. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെ മത്സരിപ്പിക്കാൻ പാടുണ്ടോ? കാരണം ബൈലോ അനുസരിച്ചല്ലേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതെ, ആ ബൈലോ അനുശാസിക്കുന്ന രീതി അനുസരിച്ച് ഭരണാധികാരി ആ പത്രിക തള്ളി. ഇപ്പം നമ്മൾ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ അൻവർ തൃണമൂൽ കോൺഗ്രസിൻ്റെ പത്രിക കൊടുത്തപ്പോൾ ആ പത്രിക തള്ളി. അതുപോലെ തന്നെയല്ലേ ഇതും? അതുപോലെ തന്നെയാണ്. അത് ഒരു ബൈലോ അനുശാസിക്കുന്ന എന്താണോ അതാണ് ചെയ്യേണ്ടത്. അതെ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ അലക്കൽ വിഴുപ്പലക്കൽ, അതിന് മറുവിഴുപ്പലക്കൽ, ഇങ്ങനെ സംഭവങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രശസ്തിയും കുപ്രശസ്തിയും ഉണ്ടല്ലോ. ഇപ്പം വിനായകൻ കുപ്രസിദ്ധനാണ്, നോർമൽ പ്രസിദ്ധി ഉണ്ടായിരുന്നു, നല്ല വേഷങ്ങൾ അഭിനയിച്ചു, സ്റ്റേറ്റ് അവാർഡ് കിട്ടി, അങ്ങനെയൊക്കെ നല്ല പ്രശസ്തി ഉണ്ടായി വന്നപ്പോൾ പിന്നീട് കുപ്രസിദ്ധിയിലേക്ക് പോയി. വേടനും അതുപോലെ. എന്നാൽ ഇപ്പോൾ ഇവിടെ ഞാൻ പേരെടുത്ത് പറയുന്നില്ല, എനിക്ക് ആ പേരുകൾ പറയാൻ താല്പര്യമില്ല. ആരെ ചീത്ത വിളിച്ചും പേരുണ്ടാക്കുക എന്ന് പറയുന്ന ചിലരുടെ ഒരു പോക്കുണ്ട്. കാരണം ഒരാളെ തെറി വിളിക്കുമ്പോൾ പിന്നെ പല ചാനലുകളും സോഷ്യൽ മീഡിയയും വന്ന് നിറയും. അവർ ഈ മൈക്കുമായിട്ട് വന്നിട്ട് പറയുമ്പോൾ വീണ്ടും ചീത്ത വിളിക്കും, അതിന് മറുപടി പറയും. ഇങ്ങനെ ഇവരങ്ങ് പ്രശസ്തയാകുകയാണ് ആരായാലും. അതെ. അപ്പോൾ മാന്യന്മാർ ചെയ്യുന്നത് എന്താ? ഒന്നുകിൽ സഭ്യമായ മറുപടി പറയും, അല്ലെങ്കിൽ മിണ്ടാതിരിക്കും. ഈ മിണ്ടാതിരിക്കുമ്പോൾ പലരും വെല്ലുവിളിക്കുകയാണ്. കണ്ടോ, മിണ്ടാതിരിക്കുന്നത് ഞാൻ പറയുന്നത് സത്യമുണ്ടായത് ഉണ്ടല്ലേ? അല്ല, അവർ മിണ്ടാതിരിക്കുന്നത് മാന്യരായതുകൊണ്ടാണ്. കാരണം ഈ തെരുവുപട്ടി കുറയ്ക്കുന്നത് പോലെ ഒന്ന് കുറച്ചുകൊണ്ടിരുന്നാൽ കുറച്ച് നല്ല ബ്രീഡ് പട്ടികൾ തിരിച്ച് റെസ്പോണ്ട് ചെയ്യില്ല. തെരുവുപട്ടിക്ക് നിരന്തരമായി കുറയ്ക്കാം. അതെ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പലരും മിണ്ടാതിരിക്കുന്നത്. ആ മിണ്ടാതിരിക്കുന്നത് അവരുടെ കഴിവുകേടാണ്, അവർ തെറ്റ് ചെയ്തിട്ടാണ് മിണ്ടാതിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെയും ഇവർ മനുഷ്യരുടെ സമൂഹത്തിലേക്ക് ഇറങ്ങാണ്. ഞാൻ ഇന്നലെ പത്തനംതിട്ടയിൽ ഒരു ഫംഗ്ഷനിൽ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കും. അവിടെ ഒരു 100-150 പേരുള്ളൊരു ക്യാമ്പാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ പലരും വന്നിട്ട് ചോദിച്ചു, ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചു. അവർ പറയുന്നതിൽ ശരിയുണ്ടെന്നാണ് തോന്നുന്നത്. അതായത് ഈ സോഷ്യൽ മീഡിയയിലൂടെ അവർ ഇങ്ങനെ അലക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ സത്യമുണ്ട് എന്ന് തോന്നുന്നു. ഞാൻ പറയുന്നു, അവർക്ക് മറുപടി കൊടുക്കാൻ കൃത്യമായി ആളുകൾ വരുന്നില്ല. ആളുകൾ വരാത്തത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയാണ്. അതെ. എല്ലാ വൃത്തികെട്ട കാര്യങ്ങൾക്കും മറുപടി പറയാൻ പോകണ്ട, അതിനെ നമ്മുടെ മാന്യത അനുവദിക്കുന്നില്ല എന്ന് പറയുന്നതുകൊണ്ടാണ് പലരും പോകാത്തത്. അപ്പോൾ അവർ ചോദിച്ചു, അങ്ങനെ മറുപടി പറയാതിരിക്കുമ്പോൾ ഇപ്പം ഞാനിതിൻ്റെ സത്യാവസ്ഥകളൊക്കെ പറഞ്ഞു കൊടുത്തു. എന്തുകൊണ്ടാണ് പത്രിക തള്ളിയത്, എന്താണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ആ പത്രിക തള്ളിയ ആൾ പറയുന്നത് എന്താണ്? ഞാൻ മത്സരിച്ചാൽ ജയിക്കും, അതിന് ഭയം കൊണ്ടാണ് അവർ തള്ളിയത്. അത് സാധാരണ മനുഷ്യർ വിശ്വസിക്കുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ബൈലോ എന്നൊന്നും ഇല്ലേ? ഒരാളുടെ പത്രിക അങ്ങ് ഭരണാധികാരിയെ സോപ്പിട്ട് പിടിച്ചാൽ ഒരാളുടെ പത്രിക മാത്രം അങ്ങ് തള്ളാൻ പറ്റും? പറ്റില്ല. അത് മാത്രമല്ല, ഇവർ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് മത്സരിക്കുന്നു. അതിന് ഒരു സിനിമ ചെയ്താൽ മതി. അപ്പോൾ അവിടെ ബൈലോ പ്രകാരം ചെയ്തിരിക്കുന്നു. അപ്പം മറ്റേത് തെറ്റ് ചെയ്തു, ഇവിടെ ശരി ചെയ്തു എന്നാണല്ലോ ഇവർ പറയുന്നത്. ഇതൊക്കെ അർത്ഥമില്ലാത്ത കാര്യങ്ങളാണ്. പിന്നെ നിരന്തരമായി ഒരേ ആളുകൾ തന്നെ വരുന്നു, മത്സരിക്കാൻ വരും.
അതിനകത്ത് ഒരു തുടർച്ച ഉണ്ടാവണ്ടേ? അവിടെ ഇപ്പോഴാണ് 1.5 കോടിയോ 2 കോടിയോ കടമുണ്ടായിരുന്നതൊക്കെ തീർന്നു വന്നത്. അത് അതിൻ്റെ ഭരണ നേതൃത്വത്തിൽ ഇരുന്നവരെടുത്ത ചില തീരുമാനങ്ങൾ കൊണ്ടൊക്കെയാണ് ആ കടങ്ങൾ വീട്ടി വന്നത്. ഇനി മത്സരിക്കാൻ ശ്രമിക്കുന്നവരുടെ ലക്ഷ്യം എന്താണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നത്, ഇനിയിപ്പോൾ കടബാധ്യമൊന്നുമില്ല, അവിടെ കയറി ഭരിച്ചാൽ അവിടെ ഒരുപാട് പണം ഉണ്ട്, കാര്യങ്ങളുണ്ട്, അതൊക്കെ എടുത്ത് അങ്ങ് വീശാം എന്നുള്ള ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് പലരും വരുന്നത്. പിന്നെ ചിലരുടെ ഒരു ധാരണയുണ്ട്, അവിടെ അധികാരത്തിലിരിക്കുന്നതുകൊണ്ടാണ് അവർക്കൊക്കെ പടം ചെയ്യാൻ കഴിയുന്നത്. എനിക്ക് മനസ്സിലായിട്ടില്ല അതെങ്ങനെയാണ്. ഞാൻ പല സംഘടനകളുടെയും അധികാരത്തിൽ നിന്നാണ്, അതിൻ്റെ പേരിൽ എനിക്ക് പടം ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്നാൽ അധികാരത്തിലിരിക്കുന്നതുകൊണ്ട് പടങ്ങൾ കിട്ടുന്നുവെന്ന് പറയുന്ന ചിലർ, ഓരോരുത്തർക്കും ഓരോ വേർഷനാണ്. ഇപ്പോൾ അമ്മയെ തല്ലിയാലും 10 പേരുണ്ടെങ്കിൽ 10 അഭിപ്രായമായിരിക്കും. ആ സ്ത്രീ അത് അനുഭവിക്കേണ്ടതാണ്. അല്ലെങ്കിൽ ആ സ്ത്രീ ആ മകനെ പ്രസവിച്ചുകൊണ്ടല്ലേ ഇത് കൊള്ളേണ്ടി വന്നത്. അവരെ പ്രസവിക്കാതിരുന്നെങ്കിൽ ഈ തല്ല് കൊള്ളേണ്ടി വരില്ല എന്ന് പറഞ്ഞ വിചിത്ര ന്യായങ്ങൾ, വാദങ്ങൾ ഉന്നയിക്കുന്നവരുണ്ട്. എന്ന് പറഞ്ഞതുപോലെ ഈ പ്രൊഡ്യൂസേഴ്സിൻ്റെ അസോസിയേഷനിൽ വിചിത്രവാദങ്ങളുമായിട്ട് വരുന്ന ഒരുപാട് പേരുണ്ട്. പിന്നെ വളരെ ചുളിവിൽ പ്രശസ്തിയായി മാറി. ഇപ്പോൾ ഈ കുറ്റാരോപണവുമായി നടക്കുന്നവർ എവിടെ ചെന്നാലും ആളുകൾക്കറിയാം, ആളുകൾക്ക് പരിചിതരായി മാറി. ലിസൺ സ്റ്റീഫൻ ഒരു പ്രൊഡ്യൂസർ മാത്രമായിരുന്നു, അതുകൊണ്ട് സമൂഹം അറിയില്ല. പക്ഷേ ലിസൺ സ്റ്റീഫൻ ഇപ്പോൾ എല്ലാവരും അറിയും. ലിസൺ സ്റ്റീഫൻ എന്ന പേര് പറഞ്ഞാൽ മതി, ഇന്നയാളല്ലേ എന്ന് ചോദിക്കുന്ന പൊതുസമൂഹമുണ്ട്. അങ്ങനെ വളരെ പെട്ടെന്ന് സ്റ്റാറായി മാറുകയാണ്. എനിക്ക് പറയാനുള്ളത്, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ എന്ന് പറയുന്നത് അവർ വലിയൊരു ബിൽഡിംഗ് ഉണ്ടാക്കി അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിലെ അംഗങ്ങൾക്ക് വേണ്ടി ഒരുപാട് പ്രയോജനങ്ങൾ ചെയ്യുന്നുണ്ട്. അത് അർഹിക്കുന്നവർക്ക് കിട്ടുന്നുണ്ട്. അവരുടെ കഞ്ഞിയിൽ മണ്ണ് വാരിയിടരുത്. ഞാൻ അമ്മയുടെ കാര്യം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അമ്മയിൽ പെൻഷൻ മേടിക്കുന്നുണ്ട്. ഇവിടെയും 10 പേര് പെൻഷൻ മേടിക്കുന്നുണ്ട്. ചെറിയ തുകയായിരിക്കാം, അത് അവർക്കൊരാശ്വാസമാണ് എല്ലാ മാസവും കിട്ടുന്നത്. അപ്പോൾ അതില്ലാതാക്കരുത്. അതാണ് ഈ മത്സരിച്ച് തോൽപ്പിക്കാൻ നടക്കുന്നവരും അല്ലെങ്കിൽ അവിടെ പുതിയ ഭരണ നേതൃത്വത്തിലേക്ക് എത്തണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ ചിന്തിക്കേണ്ടത്. ഇത് ചില പ്രാപ്തിയുള്ളവരുണ്ടെങ്കിലേ ഫണ്ട് ഉണ്ടാവൂ. ഈ സംഘടനയ്ക്ക് ഫണ്ട് ഉണ്ടാക്കുക എന്ന് പറയുന്നത് അംഗങ്ങളിൽ നിന്ന് പിരിച്ചെടുത്ത് മാത്രമല്ല, ചിലപ്പോൾ സ്റ്റേജ് ഷോ ചെയ്തും മറ്റ് താരങ്ങളുടെ ഡേറ്റ് മേടിച്ച് അവരെ കൊണ്ട് സ്റ്റേജ് ഷോ നടത്തിയും ഒക്കെ ഫണ്ട് ഉണ്ടാക്കണം. അവിടെ പൊതുവായൊരു ചർച്ച, നിർമ്മാതാക്കൾ വരുമ്പോൾ അവരുടെയിൽ നിന്നും പിഴിഞ്ഞെടുക്കുകയാണ്, പിടിച്ചു മേടിക്കുകയാണെന്നാണ്. അങ്ങനെയല്ല. അതുകൊണ്ട് അങ്ങനെ നിർമ്മാതാക്കളുടെ നിന്ന് മേടിക്കുന്ന തുക കൊണ്ട് അവിടുത്തെ ചിലവുകൾ നടന്നു പോവില്ല. അപ്പോൾ അതിന് പ്രാപ്തിയുള്ളവരുണ്ടാവണം. ഈ മത്സരിക്കാൻ നടക്കുന്നവർ, എനിക്ക് അധികാരത്തിലെത്തണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ അധികാരക്കസേര മാത്രമാണ് ലക്ഷ്യം. അവിടെ എത്തിക്കഴിഞ്ഞിട്ട് എനിക്കറിയാം, നേരത്തെ മത്സരിച്ച് ജയിച്ച പലരും പറഞ്ഞിട്ടുണ്ട്, ഇത് ഒരു ഹെർക്കൂലിയൻ ടാസ്ക്കാണ്. ഇതിലേക്ക് വരുന്നത് ഒരു നിസ്സാര കാര്യമല്ല. നമ്മൾ പുറത്തു നിന്ന് കാണുന്നത് പോലെയല്ല സംഘടനാ പ്രവർത്തനം, സംഘടനയെ നയിക്കൽ. അതിനുവേണ്ടി സമയവും പണവും നഷ്ടമാണ്. നമ്മുടെ വിലയേറിയ സമയം അതിനുവേണ്ടി കൊടുക്കുകയാണ്. അവസാനം അതിന് നേതൃത്വത്തിലിരിക്കുന്നവർ പറയുന്നൊരു കാര്യമുണ്ട്, താങ്ക്ലെസ് ജോബാണ്. എന്ത് ചെയ്താലും ഇതുപോലുള്ളവർ തെറി പറഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മൾ സത്യസന്ധമായ ഒരു കാര്യം ചെയ്താലും അംഗങ്ങൾക്ക് വേണ്ടി നല്ലത് ചെയ്താലും തെറി കേൾക്കുക എന്ന് പറയുന്നതാണ് അവസാനത്തെ വിധി. അതുകൊണ്ട് തന്നെയാണ് താങ്ക്ലെസ് ജോബാണ്. അതുകൊണ്ട് കഴിവുള്ളവർ വരാതിരിക്കുക. പക്ഷേ ഇപ്പോൾ എന്തിനു വേണ്ടി ഈ ഇപ്പോൾ മത്സരിക്കുന്നവർ, അതായത് മുൻപിരുന്നവർ മത്സരിക്കുന്നു വെച്ചാൽ ഈ ഉണ്ടാക്കിയതെല്ലാം നഷ്ടപ്പെട്ടു പോകരുത് എന്നുള്ള ഒരു ആഗ്രഹത്തിൽ പുറത്താണ് അവർ മത്സരിക്കുന്നതെന്നാണ് പറയുന്നത്. എന്തായാലും കാത്തിരുന്ന് കാണാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.